ഹായ്, എൻ്റെ പേര് ഓർമിയ. നമ്മളിന്നൊരു സ്പെഷ്യൽ ഉള്ളിത്തീയൽ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഉള്ളിത്തീയൽ തയ്യാറാക്കാം. ഒന്ന് തൊടുകറിയിൽ നിന്നുള്ളൊരു സ്റ്റൈലിലും ഒഴിച്ചു വിട്ടാനെന്നുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഞാനിന്ന് എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ തിക്ക് ഗ്രേവിയോടെ തൊടുകറിയിൽ നിന്നുള്ള സ്റ്റൈലിലാണ് ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത്. എൻ്റെ കറി കൂട്ടിയിട്ടുള്ള അപദശ കൂട്ടിപ്പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളിത്തീയൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പം ഈ ഒരു സ്റ്റൈലിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലോപ്പാവില്ല, ഞാൻ ഉറപ്പ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പമുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് 3-4 വട്ടം മിക്സിയിൽ പൾസ് ചെയ്തെടുക്കണം. ചിരവിയ തേങ്ങ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേ സമയം ഒരുപോലെ നമുക്ക് തേങ്ങയെല്ലാം മൂത്ത് കിട്ടും. മറന്നു പോകാതിരിക്കാനാണ് എടുത്ത് പറഞ്ഞത്. ഫ്ലെയിം സിം ചെയ്തിട്ടാണ് നമ്മൾ തേങ്ങ മൂപ്പിക്കുന്നത്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. തേങ്ങ വെള്ളം വറ്റി നിൽക്കുന്ന സമയത്ത്, ഒരുവിധം വെള്ളം വറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തീയലിന് എരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഞാൻ ഒരു പിടി ഉള്ളി എടുത്തിട്ട് ഈ തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കരുത്. ഉള്ളി നല്ലപോലെ വറുത്ത് വരുന്ന പരുവത്തിലാവണം. അതുവരെ നമ്മൾ തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഉള്ളിയും വേപ്പിലയും ചേർത്ത് നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കുമ്പോൾ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഉള്ളിയൊക്കെ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത്, ഏകദേശം ഒരു ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം, ഉലുവ ഇത്രയും നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളകുണ്ട്, അത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കുരുമുളക്, പെരിഞ്ജീരകം, ഉലുവ ഇത് മൂന്നും ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള സ്പൈസസ് ആണെങ്കിൽ അതുകൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കാൻ. ഇത്രയും നല്ലപോലെ ചൂടായി കഴിഞ്ഞ് നമുക്ക് ഈ തേങ്ങാക്കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഈ തേങ്ങാക്കൂട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം, അല്ലെങ്കിൽ സിം ചെയ്യണം. തയ്യാറാക്കി കഴിഞ്ഞിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വെക്കരുത്. വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി തീയിലിനുള്ള ഉള്ളി വഴച്ചെടുക്കണം. അതിനായിട്ട് ലോ ഫ്ലെയിം സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നല്ലപോലെ വൃത്തിയാക്കി കൈകൊണ്ട് ഉള്ളി പയ്യെ ഞെരടി കൊടുക്കണം. ഒത്തിരി അളിച്ച് വരരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1-2 പിടി വേപ്പില ചേർത്ത് കൊടുക്കണം. ഇത്രയും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് വഴന്ന് കിട്ടാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിക്കലുണ്ട്. ഇനിയിപ്പം ഫ്ലെയിം മീഡിയം ടു ഹൈ ആയാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി പകുതി വഴണ്ട് വരുമ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കലുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനുള്ള പുളി പിഴിയുന്നത് ഇളം ചൂടുള്ള വെള്ളത്തിലാണ്. അതിനായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ തേങ്ങ വറുത്തരിക്കാനുള്ള കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. തേങ്ങ വറുത്തരച്ചിട്ടുള്ള കൂട്ടിനൊക്കെ നമ്മളെപ്പോഴും ലോ ഫ്ലെയിം കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കറികളുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഞാനിതിലേക്ക് 1 ഏലക്ക ചേർത്ത് കൊടുക്കലുണ്ട്. അത് കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇത്രയും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. 1-ൽ കൂടുതൽ ഏലക്ക ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്താൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഏലക്കയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. നമ്മുടെ ഈ വറുത്തരച്ചതിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് പാകത്തിനാണ് എന്നറിയാം. എണ്ണ തെളിഞ്ഞില്ലെങ്കിൽ തേങ്ങയുടെ വറുത്ത മൂപ്പ് ശരിയാവാത്തതുകൊണ്ടാണ്. നമുക്കിത് ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. വെള്ളം ഒട്ടും ചേർക്കാത്തതുകൊണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാക്കൂട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 5 മിനിറ്റിൽ ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം. കൂട്ട് ചേർത്തതിന് ശേഷം നമ്മൾ അത് അടുക്കി പിടിക്കാതെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം എണ്ണ കുറച്ച് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പുളിവെള്ളം പകുതി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ചിലർക്ക് ഒഴിച്ചു കൂട്ടാനുള്ള പരുവത്തിലും ചിലർക്ക് നല്ല കട്ടിയുള്ള കുറുകി ഗ്രേവി പോലെ കൂട്ടാനാണ് ഇഷ്ടം. അത് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള പുളിവെള്ളവും കുറച്ച് ചൂടുവെള്ളം, ഏകദേശം 1/2 കപ്പ്, അതായത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന അത്ര ചൂട്, അതാണ് പാകം. അത്രയും ചേർത്ത് തീയിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
കറികൾ വെക്കുമ്പോൾ ഞാൻ സാധാരണ ഓർഗാനിക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കൽ. സാധാ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ അരിച്ച് തിളപ്പിച്ച് കൊണ്ട് ഒഴിക്കുക. നല്ലപോലെ അഴുക്കുള്ള ഒന്നാണ് ശർക്കര. ഒരു കാര്യം പറയാനുള്ളത്, ഈ തീയൽ, അതായത് നമ്മുടെ ഉള്ളിത്തീയൽ ഒരു കറുപ്പ് നിറം കലർന്ന ടെക്സ്ചറാണ് ഉള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളി, മധുരം, ഉപ്പ് ഇതൊക്കെ കൂടിയുള്ളൊരു പ്രത്യേക രസമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ആളുകളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു രസം ജാസ്തി ആയാലും കുഴപ്പമില്ല. ഏത് രസമായാലും അടുക്കി പിടിക്കാണ്ട് ഇളക്കിയില്ലെങ്കിൽ ആകെ കരിഞ്ഞ രസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കലുണ്ട്. നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് മിക്കപ്പോഴും ലോ ഫ്ലെയിം കീപ്പ് ചെയ്ത് കറി വെച്ചതുകൊണ്ടാണ് ഇതൊന്നും അടുക്കി പിടിക്കാതിരിക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. ഒന്നുകിൽ നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫാക്കാം, അല്ലെങ്കിൽ സിം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് കടുക് തളിച്ച് കൊടുക്കണം. കടുകെല്ലാം നല്ലപോലെ പൊട്ടിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്തിട്ട് അത് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ സെറ്റ്.